ഞാൻ വഴുതു പറയാൻ തുടങ്ങുന്ന കാലം നരിക്കുനി അങ്ങാടിയിൽ എനിക്കൊരു വഴുതുണ്ടായിരുന്നു. വലിയ സദസ്സാണ്, ആയിരക്കണക്കിന് ആളുകൾ കൂടിയ വലിയൊരു സദസ്സാണ്. ആ സദസ്സിൽ ദുആ ചെയ്യാൻ ബഹുമാനപ്പെട്ട മടവൂര് CM വലിയുള്ളാഹി വന്നിരുന്നു. അവർ ദുആ ചെയ്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഫാത്തിഹ ഓതി ദുആ കഴിഞ്ഞതിന് ശേഷം തലയെക്കെട്ടെടുത്ത് മേശമേൽ വെച്ച് തല തുറന്നിട്ടിട്ട് പ്രസംഗിച്ച്. വയന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം CM വലിയുള്ളാഹി എന്നെ വിളിച്ചിട്ട് സ്റ്റേജിൻ്റെ ഒരു മൂലയിലേക്ക് കൊണ്ടുപോയി, നിങ്ങളെന്തിനാ ഈ തലയെക്കെട്ടെടുത്ത് വെക്കുന്നത്, തല മറക്കാണ്ട് പ്രസംഗിക്കുന്നുണ്ടാ അത് ചോദിച്ചപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തു. ശരീരത്തിൽ ഇതാ വിയർത്ത് ഒലിച്ചിട്ട് കുപ്പായവും തുണിയൊക്കെ ഇങ്ങനെ പിഴിഞ്ഞാൽ വിയർപ്പ് പിഴിഞ്ഞു കളയാൻ സാധിക്കും. അത്രയും അധികം വിയർപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് നാളെ എനിക്ക് പ്രസംഗിക്കണമെങ്കിൽ തലയിൽ ഈ നീര് കുടിക്കാതിരിക്കണം, വിയർപ്പ് കുടിക്കാതിരിക്കണം അതുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എന്നോട് പറയുന്നു, എന്നാൽ നാളെ മുതൽ നിങ്ങൾക്ക് ആ വിയർപ്പ് വേണ്ട, നിങ്ങൾ തലയെക്കെട്ട് കെട്ടിക്കോളൂ. സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, പിന്നെ ഒരു തുള്ളി വിയർപ്പും അമിതമായി എൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടില്ല. ഒരൊറ്റ വാക്ക് നാളെ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ വേണ്ടാണ്ടായി. അള്ളാഹുവിൻ്റെ നിയമത്ത് അങ്ങനെയാണ്. അത് ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടും, നിങ്ങൾക്കും അനുഭവപ്പെടും.